എന്തുകൊണ്ടാണ് നമ്മൾ ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കും അറിയില്ല, പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ തുറന്നടിച്ച് പറയാൻ പോവാണ്. ഈ അടുത്ത് ക്ലബിന്റെ പുതിയ CEO ആയ അഭിക് ചാറ്റർജി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു, ഇതിൽ നിന്ന് മാത്രം നമുക്കൊരു മോചനമില്ലല്ലോ ദൈവമേ. ദ ഫുട്ബോൾ ജനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പടി മുന്നോട്ട് വെച്ചാൽ രണ്ട് പടി പിന്നോട്ട്, അതാണ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. ശരിക്കും ഈ കളി കണ്ടപ്പോൾ 3 ദിവസം മുമ്പ് ചെന്നൈനെ തോപ്പിച്ച ടീമാണ് നമ്മൾ എന്ന് പോലും തോന്നിയില്ല. ഏതൊരു ലീഗിലും ഒരു മെയിൻ കണ്ടന്റർ ആവണമെങ്കിൽ തുടർച്ചയായി വളരെ കൺസിസ്റ്റന്റ് ആയി നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയണം. ഈ സീസൺ പഞ്ചാബിനോട് തോറ്റു തുടങ്ങിയ നമ്മൾ പിന്നീട് ഈസ്റ്റ് ബംഗാളിനെതിരെ ജയിച്ചു. അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലൂടെ ഗോൾ വഴങ്ങി ഒരു സമനില. ഇതുപോലെ തന്നെ ഒഡീഷയ്ക്കെതിരെ ആദ്യ 20 മിനിറ്റിൽ 2-0 എന്നൊരു ലീഡ് ഉണ്ടായിട്ടും ആ കളിയും സമനിലയിൽ അവസാനിച്ചു. പിന്നീടാണ് മുഹമ്മദിൻ നെസിക്കെതിരെയുള്ള ആ ഒരു വിജയം വരുന്നത്. ഈ വിജയത്തിന് ശേഷമാണെങ്കിലോ വീണ്ടും പഴയ കഥ തന്നെ. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ ടീമുകൾക്കെതിരെ തുടർച്ചയായ 3 തോൽവികൾ. ഇപ്പോഴത്തെ ചെന്നൈയിനെ തോപ്പിച്ച് ഗോവയ്ക്കെതിരെയും തോറ്റു. ഇത്ര ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു ടീം എങ്ങനെ പ്ലേ ഓഫ് കളിക്കും? അതിനുള്ള ഒരു സാധ്യതയും ഇപ്പൊ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഗോവയ്ക്കെതിരായ ഈ മത്സരം ജയിക്കാൻ നമ്മൾ ഒരിക്കലും അർഹിച്ചിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങളാണ് ഈ തോൽവിക്ക് കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കും അറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ തുറന്നടിച്ച് പറയാൻ പോവാണ്. ഈ ഒരു പരാജയത്തിനുള്ള 5ാമത്തെ കാര്യം FC ഗോവയുടെ റൈറ്റ് ബാക്ക് ആയ ബോറിസ് സിംഗ് ആണ്. ബോറിസിന്റെ ISL കരിയറിൽ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൊച്ചിയിൽ നമ്മൾ കണ്ടത്. എന്റെ ഓർമ്മ അത്ര ശരിയല്ല, പക്ഷെ നമുക്കെതിരെ ഒരു റൈറ്റ് ബാക്ക് നമ്മുടെ സ്റ്റേഡിയത്തിൽ അറ്റാക്കിലും ഡിഫൻസിലും ഇത്രയും തകർത്താടിയ ഒരു പെർഫോമൻസ് പെട്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബോറിസിന്റെ ഗോള് നമ്മുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പക്ഷെ ആ ഒരു മൊമെന്റിൽ സച്ചിനെ വളരെ ബുദ്ധിപരമായി കബളിപ്പിക്കാനായി എന്നുള്ളതൊരു കഴിവല്ലേ. ഒരു പക്ഷേ ആ ഗോളിനേക്കാൾ ഗോവ ബോറിസിനോട് കടപ്പെട്ടിരിക്കുന്നത് നോവയെ പൂട്ടുന്നതിലായിരുന്നു. നോവ ലെഫ്റ്റ് വിങ്ങിൽ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ഒപ്പത്തിനോടൊപ്പം നിന്ന് ബോറിസ് നമ്മുടെ ഏറ്റവും മൂർച്ച കൂടിയ ആയുധത്തിനെ തളച്ചു. ബോറിസിനെ മറികടക്കാനാവാതെ നോവ അവസാനം ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് മാറി ഒരു സെൻട്രൽ പൊസിഷനിൽ വരെ കളിക്കേണ്ടി വന്നു. തീർച്ചയായും ബോറിസ് എന്ന 24 വയസ്സുകാരൻ തന്നെയാണ് ഈ കളിയിൽ നമുക്കിട്ട് പണിതതും തിരിച്ചടിക്കാൻ അനുവദിക്കാഞ്ഞത്. ഇനി 4ാമത്തെ കാരണം, ചെന്നൈയിൻ FC ആയിട്ടുള്ള ആ ഒരു വിജയത്തിന് ശേഷം വെറും 3 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ഒരു മത്സരം. അതുകൊണ്ടാവാം നമുക്ക് ഈ മത്സരത്തിന്റെ തുടക്കം തൊട്ടേ ഒട്ടുമൊരു എനർജി എനിക്ക് ഫീൽ ചെയ്തില്ല. അതേസമയം ഗോവയെ സംബന്ധിച്ച് അവരുടെ ഇതിനു മുമ്പുള്ള മത്സരം ഏകദേശം 3 ആഴ്ചയ്ക്ക് പിന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നമ്മളെക്കാൾ ഒരുപാട് ഫ്രഷ് ആയിരുന്നു എന്നുള്ളത് ആദ്യ മിനിറ്റിൽ നിന്ന് തന്നെ വളരെ പ്രകടമായിട്ട് എടുത്തു നിന്നു. ഈ സ്കെഡ്യൂളിന്റെ കാര്യത്തിൽ കോച്ചിനോ മാനേജ്മെന്റിനോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനാവില്ല. കാരണം ഈ ISLന്റെ ഫിക്സ്ചർ ഇടുന്നത് അവരല്ല. പക്ഷെ നമുക്ക് ചെയ്യാനാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള സ്ക്വാഡിനെ മാക്സിമം ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്ക്വാഡിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഈ അടുത്ത് ക്ലബിന്റെ പുതിയ CEO ആയ അഭിക് ചാറ്റർജി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു, കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ എല്ലാ കളിക്കാരെയും പോയി മേടിക്കാൻ പറ്റില്ല. ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ കഴിവുള്ള ചില ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരുടെ അവൈലബിലിറ്റി വെച്ചേ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ആ ക്രൈറ്റീരിയയുടെ പോയിന്റ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ക്ലബ് എന്തായാലും നോറ ഫെർണാണ്ടസിനെയും അമാവിയനെയും ഈ സീസൺ സൈൻ ചെയ്തത്. എന്നിട്ടും 10 മത്സരങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ടി കളിച്ചിട്ടില്ല? ഇനി ഇവിടെ ഉള്ള പ്ലേയേഴ്സിന്റെ അവസ്ഥ എന്താണ്? ബ്രൈസ് മിറാൻഡ, സൗരവ് മണ്ഡൽ, ഇഷാൻ പണ്ഡിത, പ്രബീർ ദാസ്, ഐബാൻ ദോലിംഗ്, ഇവരെല്ലാവരും നമ്മുടെ ഇന്ത്യൻ കോറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആണ്. ഇതിൽ ഐബാനെ ഒഴിച്ച് ബാക്കി ആരും ഈ സീസൺ ISLൽ ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. ഐബാന്റെയും പ്രബീറിന്റെയും ഒക്കെ കാര്യത്തിൽ പരിക്കൊരു മെയിൻ ഫാക്ടർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവരുടെ റിക്കവറി ടൈം ഇത്ര നീണ്ടുപോകുന്നു? ഇനി റിക്കവറായി വന്നാൽ തന്നെ ഇവരാരും എന്തുകൊണ്ട് ലൈനപ്പിലേക്കോ മാച്ച് ഡേ സ്ക്വാഡിലേക്കോ പുഷ് ചെയ്യുന്നില്ല? ഇനി ഈ താരങ്ങളൊക്കെ ആക്ച്വലി ഈ പുതിയ കോച്ചിന്റെ പ്ലാനിൽ ഉണ്ടോ? ഇനി ഇല്ലെങ്കിൽ തന്നെ ഇവരെയൊക്കെ വിറ്റ് പുതിയ കളിക്കാരെ മേടിക്കണ്ടേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. 11 പേരെ വെച്ച് മാത്രം ഒരു ടീമും ഒരു ലീഗ് ടൈറ്റിലും അടിച്ചിട്ടില്ല. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു തോൽവി. 3ാമത്തെ കാരണം, ഇതിൽ നിന്ന് മാത്രം നമുക്കൊരു മോചനമില്ലല്ലോ ദൈവം.
ദൈവമേ. ഈ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ആര് വന്നാലും ഒരു രക്ഷയുമില്ല. സച്ചിന്റെ ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള ആ ഒരു പെർഫോമൻസിന് ശേഷം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നതാണ്. അതിപ്പോ ദേ ഇങ്ങനെയായി. സത്യം പറഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിച്ചാൽ സച്ചിൻ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഈ മത്സരത്തിൽ കളിച്ചു. 1-2 നല്ല സേവും ചെയ്തു. പക്ഷേ ഒരു ഗോൾ കീപ്പറുടെ ജീവിതം ഇങ്ങനെയാണ്. എത്രയധികം സേവുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒരേ ഒരു മിസ്റ്റേക്ക് മതി എല്ലാം മാറി മറിയാൻ. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും ലോൺലിയസ്റ്റ്, ടഫസ്റ്റ് ആൻഡ് താങ്ക്ലെസ് ജോബായിട്ട് ഗോൾ കീപ്പിംഗ് മാറിയിട്ടുള്ളത്. ഈ ഒരു ജഡ്ജ്മെന്റ് ഇററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ബോറിസ് അവിടെ ക്രോസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സച്ചിൻ ആ ഒരു ഷോട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗോൾ കീപ്പറിനെ സംബന്ധിച്ച് അവന്റെ നിയർ പോസ്റ്റിൽ ഗോൾ കൺസീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ആ ഒരു പൊസിഷൻ എപ്പോഴും ഗാർഡ് ചെയ്തിരിക്കണം. ഒരു പക്ഷേ കുറച്ച് അഡ്വാൻസ് ചെയ്തു വന്ന് ആ ക്രോസ് കളക്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് സച്ചിന്റെ മനസ്സിലുള്ളത് കൊണ്ടാവാം അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത്. എന്തായാലും ആ മിസ്റ്റേക്കിനെ ഇനി കീറി മുറിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കുള്ള പേടി എന്താന്ന് വെച്ചാൽ സച്ചിൻ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാണ്. ഈ സീസണിൽ തന്നെ നോർത്ത് ഈസ്റ്റ്, ഒഡീഷ, ഗോവ എന്നീ 3 മത്സരങ്ങളിൽ സച്ചിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമല്ലേ? നമ്മുടെ ഫസ്റ്റ് ടീമിലുള്ള 3 ഗോൾ കീപ്പർമാരും വളരെ പ്രായം കുറഞ്ഞ പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജും എക്സ്പീരിയൻസും ആയാൽ മാത്രമേ അവരവരുടെ പീക്കിലേക്ക് എത്തുകയുള്ളൂ. പക്ഷെ 10 വർഷമായിട്ട് ഒരു ട്രോഫി പോലും അടിക്കാത്ത ടീം എന്ന രീതിയിൽ നമ്മൾ ഇത്ര യങ് ഗോൾ കീപ്പർമാരെ പരീക്ഷിക്കുന്നതാണോ കറക്റ്റ് അപ്രോച്ച്? ഞാൻ ഈ 10 വർഷത്തിന്റെ കണക്ക് പറയാൻ കാരണം വേറൊന്നുമല്ല, ഓരോ മത്സരത്തിന് ഇറങ്ങുമ്പോഴും ഓരോ പ്ലെയറിലും ഉള്ള പ്രഷർ അത്ര വലുതാണ്. ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഈ തോൽവിക്കുള്ള അടുത്തൊരു മെയിൻ കാരണം നമ്മുടെ കോച്ചായ മിക്കായൽ സ്റ്റാറ ഈ മത്സരത്തിന്റെ ലൈനപ്പിൽ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ്. കോറു സിംഗ് എന്തുകൊണ്ട് ഈ കളി സ്റ്റാർട്ട് ചെയ്തില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ കഴിഞ്ഞ കളി ഗോൾ അടിക്കുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയൊക്കെ ചെയ്തത് ശരിയാണ്. പക്ഷെ ഒരിക്കലും കോറുവിനെ ബെഞ്ചിലേക്ക് പിന്തള്ളാൻ മാത്രമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അത്. കളിയുടെ 57-ാം മിനിറ്റിൽ കോറു ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തീർച്ചയായും ഒരു മാറ്റം നമ്മൾ കണ്ടു. രാഹുലിന് നൽകാനാവാഞ്ഞ ഒരു ഡയറക്ട്നെസ്സും ഒരു എനർജിയും കോറു നമ്മുടെ അറ്റാക്കിന് നൽകി. വളരെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടുതൽ ആലോചിച്ച് വഷളാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു സെലക്ഷനിൽ കോച്ചിന് പിഴവ് പറ്റി എന്ന് തന്നെ തോന്നി. ഇതുവരെയുള്ള മത്സരങ്ങളിൽ സ്റ്റാറയുടെ പല തീരുമാനങ്ങളും വളരെ മികച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സാക്ക് ചെയ്യുക എന്നുള്ളതല്ല സൊല്യൂഷൻ. പക്ഷേ ഈ വക തീരുമാനങ്ങൾ ഇനി വേണ്ട എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഒരു പ്ലെയറിനെ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രം ലൈനപ്പിലേക്ക് കൊണ്ടുപോവുക, അല്ലാതെ വികാരങ്ങളുടെ പുറത്ത് ടീം സെലക്ട് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ തോക്കാനുണ്ടായ നമ്പർ 1 കാരണം അത് ക്വാമെ പെപ്ര നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ആരെയും പ്രത്യേകിച്ചെടുത്ത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നോവ, ലൂണ, ജീസസ് എന്നിവരുടെ എല്ലാം പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാരെയും പുറത്തിരുത്താനും ആവില്ലായിരുന്നു. ഞാൻ ഉൾപ്പെടെ ആരും തന്നെ പെപ്രയെ ഈ മത്സരത്തിനായിട്ടുള്ള ബെസ്റ്റ് 11-ൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അതിൽ ഞാനിപ്പോൾ ഒരുപാട് ഖേദിക്കുന്നു. പെപ്രയുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ ഈ മനുഷ്യൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും നമുക്കൊരു ഗോൾ കൊണ്ടുവന്ന് തന്നേനെ എന്നെനിക്ക് തോന്നി. ശരിക്കും പെപ്രയും കോറുവും കളിയിലേക്ക് വന്നപ്പോഴാണ് നമ്മളൊരു താളം തന്നെ കണ്ടെത്തിയത്. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പെപ്ര ഒരു സബ്ബായിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മുടെ ടീമിന് ഈ ഒരു സാഹചര്യത്തിൽ നല്ലതെന്ന്. പക്ഷെ ഇനിയും ഞാൻ ആ പിടിവാശി കാണിക്കുന്നില്ല. പെപ്രയ്ക്ക് നമ്മളൊരു സ്റ്റാർട്ട് നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് വരുന്നോ അത്രയും നല്ലത്. ഈ 5 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വേറെന്തെങ്കിലും പ്രശ്നം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായും അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നറിയാൻ എനിക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ആവശ്യം: ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരേ ഒരു മോട്ടിവേഷൻ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. ആസ് ഓൾവേസ്, യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.